ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ വിശുദ്ധ ദിവസത്തിൽ സന്തോഷമുള്ളവർ അവരുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിശുദ്ധ ദിവസത്തിൽ തിരുവചനമായി നോക്കുവാൻ കർത്താവിന്റെ ജീവിതത്തിൽ ദൈവം നൽകിയ കൃപയോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം വിശുദ്ധ ദിവസത്തിൽ നമുക്കൊരു പ്രാവശ്യം കൂടെ ഒരുമിച്ച് കർത്തൃപാദത്തിലേക്ക് ആയിരിക്കാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ കൃപയോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആമേൻ. അല്പസമയത്തെ ചിന്തയ്ക്കായി വിവിധ ഭാഗം വായിക്കാം. 47-ാം സങ്കീർത്തനം അതിൻ്റെതായ 1-ാം വാക്യം. 47-ാം സങ്കീർത്തനം അതിൻ്റെതായ 1-ാം വാക്യം. സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുകയും ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുകയും. ഇന്നത്തെ സബ്ജക്റ്റ് എങ്ങനെ ദൈവത്തെ സ്തുതിക്കണം. ഇവിടെ വായിക്കുന്നു, സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുകയും ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുകയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സകല ജാതികളും ദൈവത്തിൻ്റെ മുൻപാകെ കൈകൊട്ടണം. ജയഘോഷത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആർപ്പിടണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ വിശുദ്ധ ദിവസത്തിൽ ജനം ആർപ്പിടണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആർപ്പിടുമ്പോൾ യെരിഹോവിൻ്റെ മതിലുകൾ ഇടുങ്ങി വീണതുപോലെ നമ്മെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ വിശുദ്ധ ദിവസത്തിൽ ജനം ആർക്കണം. ഹല്ലേലൂയ. അത് എങ്ങനെ സാധാ ആർക്കുവാനല്ല പറഞ്ഞിരിക്കുന്നത്, ജയഘോഷത്തോടെ. അപ്പൊ ജയിച്ചതിൻ്റെ ആഘോഷം. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ നമ്മെ മറന്ന് നാം ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ അവൻ ദൈവത്തെ നാം ഒരുമിച്ച് ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് ആരാധിക്കുമ്പോൾ അവൻ മുഖങ്ങൾ തകർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശത്രു വെച്ചിരിക്കുന്ന ചില മുഖങ്ങളുണ്ട്, അത് തകരണമെങ്കിൽ ദൈവജനം ആർക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആർക്കുമ്പോൾ ആമേൻ ശത്രു സൈന്യത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ശത്രു സൈന്യം അവൻ ദൈവജനത്തിന്റെ മുൻപിൽ തകർന്നു വീഴും. ഹല്ലേലൂയ. അവൻ തകർന്നു വീഴുമ്പോൾ ദൈവജനം വിടുവിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഈ വിശുദ്ധ ദിവസത്തിൽ ആമേൻ സ്തോത്രം, ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. ദൈവം ചെയ്ത നന്മകൾക്ക്, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക്, ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നാം നന്ദിയുള്ളവരായി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ അടുത്ത് വായിക്കുന്നു, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്തുതിക്കണം. അരമനസ്സോടെയല്ല, കാൽ മനസ്സോടെയല്ല, അവൻ മുക്കാൽ മനസ്സോടെയല്ല, പൂർണ്ണ മനസ്സോടെ. പ്രൈസ് ദി ലോർഡ്. അവൻ 103-ാം സങ്കീർത്തനം അതിൻ്റെതായ 1-ാം വാക്യത്തിൽ വായിക്കുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. അപ്പോ ഒരു ദൈവപൈതലിന്റെ മനസ്സ് ദൈവപൈതലിനോട് പറയുന്നു, എൻ്റെ മനസ്സേ നീ യഹോവയെ വാഴ്ത്തുക. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളെ കുറിച്ച് നാം നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ വാഴ്ത്തണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ പുകഴ്ത്തണം. ആമേൻ. ദൈവനാമത്തെ നാം ഉയർത്തണം. പ്രൈസ് ദി ലോർഡ്. ഈ വിശുദ്ധ ദിവസത്തിൽ എൻ്റെ മനസ്സേ നീ യഹോവയെ വാഴ്ത്തുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെങ്ങനെ? പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ അവൻ ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പൊ എൻ്റെ മനസ്സേ, ഹല്ലേലൂയ, നാം നമ്മുടെ ഹൃദയത്തോട്, നമ്മുടെ ഹൃദയം നമ്മോട്, പ്രൈസ് ദി ലോർഡ്, അവൻ വിശുദ്ധ ദിവസത്തിൽ എൻ്റെ മനസ്സേ
എൻ മനമേ നീ സ്വസ്ഥമായിരിക്കരുത്. ഹല്ലേലൂയ. കാരണം യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ആ ഉപകാരത്തെ നീ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. അവൻ ഉപകാരത്തെ നീ മറക്കാതെ ദൈവസന്നിധിയിൽ അത് ഏറ്റുപറയണം. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ എന്റെ മനസ്സേ നീ സ്വസ്ഥമായിരിക്കരുത്, നീ അടങ്ങിയിരിക്കരുത്, നീ മൗനമായിരിക്കരുത്. അവൻ യഹോവയെ വാഴ്ത്തിക്കൊണ്ടിരിക്കണം, യഹോവയ്ക്ക് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം, യഹോവ നല്ലതെന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കണം, യഹോവയുടെ നാമത്തെ നീ ഉയർത്തിക്കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്, ദൈവനാമത്തെ ഉയർത്തുക. പ്രൈസ് ദി ലോർഡ്. അവൻ ഒരു വാക്യം വായിക്കുന്നു, അവൻ നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒന്നിച്ച് ഉയർത്തി കഴിഞ്ഞാൽ അവൻ സ്തോത്രം, ഹല്ലേലൂയ, അവൻ ഒരു ശക്തികളും അവൻ സ്തോത്രം നമ്മെ തകർക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അവൻ ഏക മനസ്സോടെ, പ്രൈസ് ദി ലോർഡ്, അവൻ നാം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. 63-ാം സങ്കീർത്തനം 3-ാം വാക്യം. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു, എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ അവൻ ദൈവത്തെ സ്തുതിക്കണം. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. അപ്പോൾ ദൈവത്തിന്റെ ദയ അവൻ നമ്മുടെ ജീവനേക്കാൾ നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവത്തിന്റെ ദയയുണ്ടോ അവൻ നാം ഭാഗ്യമുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ അടുത്ത് വായിക്കുന്നു, എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ വ്യക്തിപരമായി എന്റെ അധരങ്ങൾ ദൈവത്തെ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വ്യക്തിപരമായി ഒന്ന് പറയാം, എന്റെ അധരങ്ങൾ ദൈവത്തെ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ കാരണം ദൈവത്തിന്റെ ദയ ജീവനേക്കാൾ നല്ലതാണ്. ഹല്ലേലൂയ. അവൻ അതുകൊണ്ട് എൻ്റെ അധരങ്ങൾ കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും, എൻ്റെ അധരങ്ങൾ കൊണ്ട് ഞാൻ ദൈവത്തിന് ബഹുമാനം കൊടുക്കും, എൻ്റെ അധരങ്ങൾ കൊണ്ട് ഞാൻ ദൈവത്തെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ ഉയർത്താനാണ് നാം ഇവിടെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും? പ്രൈസ് ദി ലോർഡ്. നമുക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? പ്രൈസ് ദി ലോർഡ്. രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാനാണ് നാം ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവൻ പൂർണ്ണ ഹൃദയത്തോടെ അവൻ നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു, എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ അടുത്ത് 63-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ പറയുന്നു, അധരങ്ങൾ കൊണ്ട് ദൈവത്തിന് സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവൻ തന്നെ എൻ്റെ അവൻ 6-ാം വാക്യം, എൻ്റെ പ്രാണനും മജ്ജയും മേധസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തി വരുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുത്തുന്നു. അപ്പൊ ദൈവത്തെ സ്തുതിച്ചാൽ ആമേൻ നമ്മുടെ പ്രാണന് ആമേൻ സ്തോത്രം തൃപ്തി ദൈവം വരുത്തുന്നു. ഹല്ലേലൂയ. അപ്പൊ തൃപ്തി വരുത്തുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എവിടെയൊക്കെ അവൻ തൃപ്തി പ്രാപിക്കുവാൻ കഴിയാതെ വണ്ണമായിരിക്കുന്നു, ഹല്ലേലൂയ, എവിടെയൊക്കെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതിരിക്കുന്നു, എവിടെയൊക്കെ തല ഉയരുവാൻ കഴിയാതിരിക്കുന്നു, എവിടെയൊക്കെ മാന്യത അനുഭവിക്കാൻ കഴിയാതിരിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്ന ദൈവപൈതലേ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രാണനും മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുത്തുന്നു, എൻ്റെ വായ് സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ ആമേൻ, അധരങ്ങൾ കൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വായ് സന്തോഷമുള്ള ആമേൻ അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു.
അതിൻ്റെ 63 സങ്കീർത്തനം 6 വാക്യത്തിൽ. ആമേൻ. അപ്പോൾ നമുക്ക് ദൈവം തന്ന ഈ അതരം അത് സന്തോഷത്തോടെ ദൈവത്തിനെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കരഞ്ഞുകൊണ്ടല്ല, വിലപിച്ചുകൊണ്ടല്ല, നിരാശപ്പെട്ടുകൊണ്ടല്ല, എൻ്റെ ജീവിതം ഇങ്ങനെ ആയത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചുകൊണ്ടല്ല. ആമേൻ. സ്തോത്രം. ആമേൻ. നടത്തിയ വിധങ്ങളെ ഓർത്ത് അതരങ്ങൾ കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തെ നമ്മുടെ നാവ് കൊണ്ട് അവൻ ഏത് സ്ഥാനത്ത് ഉയർത്തുവാൻ നാം പ്രാപ്തിയുള്ളവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഏത് സാഹചര്യത്തിന്റെ നടുവിലും അവൻ ദൈവം തന്ന നാവ് കൊണ്ട് ദൈവത്തെ ഉയർത്തണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എൻ്റെ അതരങ്ങൾ കൊണ്ട് നിന്നെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വ്യക്തിപരമായി നമുക്ക് പറയാം, എൻ്റെ അതരങ്ങൾ കൊണ്ട്, ദൈവം എനിക്ക് തന്ന അതരം കൊണ്ട് ആമേൻ സ്തോത്രം ഹൃദയംഗമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ആമേൻ സ്തോത്രം ഈ മെസ്സേജ് കൊടുക്കുമ്പോൾ തന്നെ ആമേൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആമേൻ ചിലപ്പോൾ ഒരൊറ്റ വാക്കായിരിക്കും ടച്ച് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന് ആമേൻ സ്തോത്രം കൊടുക്കേണ്ട ബഹുമാനം, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, ദൈവത്തിന് കൊടുക്കേണ്ട സ്തുതി നാം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വിശുദ്ധ ദിവസത്തിൽ ആമേൻ 63 സങ്കീർത്തനം അതിൻ്റെതായ 5 വാക്യം. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ധ്യാനിക്കണം. ഹല്ലേലൂയ. ആമേൻ. 4 സങ്കീർത്തനം വായിക്കുന്നു, എൻ്റെ ധ്യാനത്തിൻ്റെ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ധ്യാനിക്കുമ്പോൾ ഇതിന്റെ ധ്യാനത്തിന്റെ തീ കത്തും. പ്രൈസ് ദി ലോർഡ്. അവൻ തീ കത്തിക്കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം തീയുടെ മുൻപിൽ, ചൂടിന്റെ മുൻപിൽ ഒരു ശക്തിക്കും അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നീ തീ കഷ്ണമായി തീരുമ്പോൾ നിന്നെ ആമേൻ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ ആമേൻ സ്തോത്രം അത് അഴിഞ്ഞു മാറും. പ്രൈസ് ദി ലോർഡ്. അവൻ ജീവിതത്തിൽ അവൻ സ്വസ്ഥത നഷ്ടപ്പെടുത്തി, സമാധാനത്തെ നഷ്ടപ്പെടുത്തി, ജീവിതത്തിൽ അവൻ സ്തോത്രം മുൻപോട്ട് ഗമിപ്പാൻ കഴിയാതെ വണ്ണം ജീവിതത്തെ അവൻ അസ്തമിപ്പിച്ച് കളയത്തക്ക രീതിയിൽ ശത്രു നിനക്കെതിരെ കെട്ടിയ കെട്ടിന് അവൻ സ്തോത്രം നീ അവൻ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ നീ ധ്യാനിക്കുമെങ്കിൽ പ്രൈസ് ദി ലോർഡ് ആമേൻ ധ്യാനത്തിന്റെ തീ കത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് മൗനമായിരിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എങ്ങനെയൊക്കെ വന്ന് മിണ്ടാതിരിക്കാമെന്ന് ചിന്തിച്ചാലും ആമേൻ ആത്മാവിൽ തീ കത്തി തുടങ്ങിയാൽ നമുക്ക് മൗനമായിരിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ വിശുദ്ധ ദിവസത്തിൽ ആമേൻ സ്തോത്രം എൻ്റെ ധ്യാനത്തിന്റെ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ വിശുദ്ധ ദിവസത്തിൽ ആമേൻ ദൈവത്തെ സ്തുതിക്കേണ്ട ദൈവമക്കൾ, ദൈവപാദപീഠത്തിൽ വരേണ്ട ദൈവമക്കൾ ഇന്ന് പലരെയും കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തെക്കാൾ കൂടുതൽ ആരെ സ്നേഹിക്കുന്നോ അത് ആമേൻ വിഗ്രഹാരാധന. പ്രൈസ് ദി ലോർഡ്. ദൈവം ചെയ്ത നന്മകളെ ഓർത്തു കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ വിശുദ്ധ സഭാരാധനയിൽ വരാതിരിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം നമ്മെ ആമേൻ സ്തോത്രം ശത്രുവിന്റെ പീഡയിൽ നിന്ന്, അതിന്റെ കരത്തിൽ നിന്ന് വലിച്ചെടുത്തതാണ്. പ്രൈസ് ദി ലോർഡ്. ബലമുള്ള ശത്രുവിന്റെ കരത്തിൽ നിന്ന് വലിച്ചെടുത്താണ് ദൈവം നമ്മെ സ്ഥാനത്താക്കിയത്. പ്രൈസ് ദി ലോർഡ്. ദൈവം വിടുവിച്ച വിടുതൽ ഓർത്ത് ആമൻ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തില്ല എങ്കിൽ ആമൻ സ്തോത്രം മറുഭാഗത്ത് നിന്ന് പോയവൻ പറയും ആമൻ സ്തോത്രം ഞാനും കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ദൈവം ചെയ്ത നന്മകൾ നാം മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആമൻ സ്തോത്രം. പറയാം, സാഹചര്യത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പോകാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് പോയതായിരിക്കാം. പക്ഷേ ദൈവം അത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം
ആമേൻ സ്തോത്രം ശത്രുവിന്റെ പീഡയിലായിരുന്നപ്പോൾ ആമേൻ സ്തോത്രം നാം ആഗ്രഹിച്ചവരും ആമേൻ നാം സ്നേഹിച്ചവരൊന്നും നമ്മോട് കൂടെ ഇല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ എപ്പോ തകർച്ച കാണും, എപ്പോ പരാജയം കാണും, എപ്പോ നിലവിളി ഉയരും, എപ്പോൾ ആമേൻ സ്തോത്രം നശിച്ചു കാണുമെന്ന് നോക്കിയിരുന്നവരുടെ നടുവിൽ വെച്ച് ആമേൻ സ്തോത്രം ഹല്ലേലൂയ തകർന്നു പോകുവാൻ അനുവദിക്കാതെ, ഉടഞ്ഞു പോകുവാൻ അനുവദിക്കാതെ ഒരു പൊന്നിനെ പോലെ ദൈവം പുറത്തെടുത്ത് ആമേൻ സ്തോത്രം ദൈവത്തെ ആരാധിക്കാൻ ആക്കിയ സ്ഥാനത്ത് വിശ്വസ്തയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ട സമയത്ത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ മറ്റു പലതിനും ചുറ്റിക്കറങ്ങാനല്ല ദൈവം നിന്നെ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, സൗഖ്യമാകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തിയാൽ സൗഖ്യമാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശുദ്ധ ആരാധനയിൽ നിന്നെ വിളിച്ച വിളിക്ക് ഒത്തവണ നീ ദൈവത്തിന്റെ സന്നിധിയിൽ മഹത്വം കൊടുക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്, ആമേൻ, ആമേൻ. അപ്പോൾ ചോദിക്കാം, ആമേൻ സിസ്റ്റർ ഭവനത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം വന്നെങ്കിൽ പോകാതിരിക്കുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. വിശുദ്ധ ദിവസത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്, ആമേൻ. നമ്മൾ രോഗിയാണ്, വരാൻ പറ്റിയില്ല, ദൈവം അറിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എന്ത് ആമേൻ ആവശ്യമുണ്ടെങ്കിലും വിശുദ്ധ ഞായറാഴ്ച ആമേൻ സ്തോത്രം അതിനെ നാം ഉപേക്ഷയായി വിചാരിക്കരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിഷമം വിചാരിക്കും, എന്നാലും കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം മുറിക്കുന്നവരും മുറിവ് കെട്ടുന്നവരുമാകുന്നു. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഇന്നത് പറഞ്ഞില്ലെങ്കിൽ നാളെ ആമേൻ സ്തോത്രം ആമേൻ ഒരാൾ പോയ സ്ഥാനത്ത് രണ്ടുപേരും പോകും. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ നമ്മെ സമ്പൂർണ്ണ യാഗമായി സമർപ്പിച്ച് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി നിന്ന് കരഞ്ഞ് ദൈവത്തിൽ നിന്ന് ചിലത് വാങ്ങേണ്ട സമയത്ത് ആമേൻ ചുറ്റിക്കറങ്ങി നടക്കാനല്ല ദൈവം മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എനിക്കേ വയ്യ, ആമേൻ, ആമേൻ. അടുത്തു നിലപ്പെടെ ഞാനെങ്ങനെ ചുമക്കും? ഞാനേ നടക്കുന്ന വീട് വീണം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന് ബോധം വേണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം നമ്മെ ആക്കിയത് ആ സ്ഥാനം ഒന്ന് തിരിച്ചറിയണം. ആമേൻ. ഈ ആലയത്തിൽ വന്നിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ദൈവം കൊണ്ടുവന്നോ, നീ വന്നിരുന്ന് ആരാധിച്ചോ. പ്രൈസ് ദി ലോർഡ്, ആമേൻ. വിശുദ്ധിക്ക് വേണ്ടി, വിശ്വസ്തതയ്ക്ക് വേണ്ടി, ദൈവഭക്തിക്ക് വേണ്ടി, ദൈവകൃപയ്ക്ക് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ടതിന് ആമേൻ നിന്നെ തന്നെ ദൈവകരത്തിൽ സമർപ്പിച്ചു. ആമേൻ ജീവനും വിശുദ്ധിക്ക് ദൈവപ്രസാദത്തിനു വേണ്ടി ആമേൻ ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചാൽ അതിൻ്റെതായ മഹാത്മ്യത വലുതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ലോകത്തിൽ ആമേൻ സ്തോത്രം ആമേൻ മറ്റുള്ളവരെ ആമേൻ നിർബന്ധിച്ച് അവരിൽ നിന്ന് നമ്മൾ കുറച്ച് വാങ്ങാൻ വേണ്ടിയല്ല. പക്ഷേ ആമേൻ ഒരെണ്ണം ദൈവരാജ്യത്തിൽ പോയാൽ അതിന്റെ പ്രതിഫലം വലുതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അല്പം നാം അകന്നു പോകുമ്പോൾ ചിന്തിക്കണം, ആമേൻ എന്റെ പുറകിൽ ആമേൻ സ്തോത്രം സ്തോത്രം എന്നെ തകർത്തു കളയുവാൻ ഈ ലോക ശക്തി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവജനം തിരിച്ചറിയണം, ഒരു കാഴ്ചപ്പാട് വേണം. പ്രൈസ് ദി ലോർഡ്, ആമേൻ, ആമേൻ. വെളുത്തതെല്ലാം പാലല്ല, ആമേൻ സ്തോത്രം. അത് ഉപയോഗിക്കേണ്ട പാലെന്ന് പറഞ്ഞെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം പിന്നത്തേതില് വിഷമിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. നമുക്ക് തിരിഞ്ഞു വരാം. 63-ാം സങ്കീർത്തനം 6-ാം വാക്യം. അധരങ്ങൾ കൊണ്ട് ദൈവത്തിനെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. അധരങ്ങൾ കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അധരങ്ങൾ കൊണ്ട് ആമേൻ ദൈവത്തിന് ബഹുമാനം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ആ നാവ് കൊണ്ട് ആമേൻ സ്തോത്രം ആമേൻ 39-ാം സങ്കീർത്തനം 1-ാം വാക്യം. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്ന് ദുഷ്ടൻ എൻ്റെ മുൻപിലുള്ളപ്പോൾ എൻ്റെ വായ് കടിഞ്ഞാനിട്ട് കാക്കുമെന്ന് ഞാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സ്തുതിക്കുന്ന നാവുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കുന്ന നാവ് കൊണ്ട് പാപം ചെയ്യരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തുതിക്കുന്ന നാവ് കൊണ്ട് പാപം ചെയ്താൽ പ്രൈസ് ദി ലോർഡ് ആമേൻ ദുഷ്ടൻ ആമേൻ മുൻപിലുണ്ട്. ഹല്ലേലൂയ. എപ്പോ തകർക്കാൻ
ആമേൻ സ്തോത്രം. പ്രാർത്ഥിക്കുന്ന നാവ് കൊണ്ട്, അന്യഭാഷ പറയുന്ന നാവ് കൊണ്ട്, ആമേൻ പ്രവചിക്കുന്ന ആമേൻ നാവ് കൊണ്ട്, പ്രസംഗിക്കുന്ന നാവ് കൊണ്ട്, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കുന്ന നാവ് കൊണ്ട്, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ആമേൻ ദൈവം ആഗ്രഹിക്കാത്തത് നിന്റെ നാവിന്മേൽ വന്നു കഴിയുമ്പോൾ സാത്താൻ പറയും ഞാൻ ജയിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത്രയും നാൾ നീ ആരാധിച്ചത്, ഇത്രയും നാൾ നീ പ്രാർത്ഥിച്ചത്, ഇത്രയും നാൾ നീ ദൈവത്തിന് മഹത്വം കൊടുത്തത് ഒറ്റ സമയം കൊണ്ട് നശിപ്പിക്കരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. 39-ാം സങ്കീർത്തനം 1-ാം വാക്യം മനുഷ്യർ വായിച്ചേ. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കും എന്നും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദുഷ്ടൻ എൻ്റെ മുൻപിലുള്ളപ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. അല്ലേ സുഹൃത്തേ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ പിശാച് നമ്മുടെ മുൻപിലുണ്ട്, ദുഷ്ടനുണ്ട്. അത് ദൈവ പൈതൽ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടൻ ആമേൻ എപ്പോ നമ്മെ തകർത്ത് കളയാമെന്ന് ആമേൻ സ്തോത്രം ഉന്നം വെച്ച് ഇരിക്കുകയാണ്. ഹല്ലേലൂയ. ഒറ്റ വാക്കുകൊണ്ട് ആമേൻ വിശ്വാസത്തെ പോലും കെടുത്തിക്കളയത്തക്ക രീതിയിൽ പ്രൈസ് ദി ലോർഡ് ആമേൻ സാത്താന്റെ വായ് പിളർന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ വിശ്വാസത്തെ തകർത്ത് കളയാൻ, നിന്റെ ആരാധനയെ തകർത്ത് കളയാൻ, ആമേൻ ദൈവത്തോടുള്ള ബന്ധത്തെ ഉടച്ചു കളയുവാൻ ദുഷ്ടൻ നിന്റെ മുൻപിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവജനം അത് തിരിച്ചറിഞ്ഞ് വരും ദിവസങ്ങളിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തോട് നാം ചേർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തോട് ഭക്തിയിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മെ ആക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ നിന്നില്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് ആമേൻ വിശ്വസ്തത നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സാത്താൻ പറയും എനിക്ക് കയറിപ്പറ്റാൻ നല്ല എളുപ്പമായി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ നാം വിശ്വസ്തത ആയിരിക്കണം, വിശ്വസ്തത ഉള്ളവരായി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എവിടെയെങ്കിലും അവിശ്വസ്തത വന്നു എങ്കിൽ ഈ വിശുദ്ധ പകൽക്കാലം ദൈവത്തോട് പറഞ്ഞ കർത്താവേ എന്നിൽ അവിശ്വസ്തത വന്നു പോയി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ജീവിതത്തിൽ ബലഹീനത വന്നു പോയി. കർത്താവിനെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് അടുത്തു വരണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നോട് അടുത്തു വരും, ഞാൻ നിങ്ങളോടും അടുത്തു വരുമെന്ന് യേശു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നവർ ദൈവത്തോടൊന്ന് അടുത്തു വരണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടുത്തു വരുമ്പോൾ നാം ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ആമേൻ സ്തോത്രം ദൈവം നമ്മോടും അടുത്തു വരും. ആമേൻ. ദൈവവുമായുള്ള സംഭാഷണം തുടങ്ങുമ്പോൾ സാത്താൻ പറയും ഇനി നിൽക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവൻ അല്ലെങ്കിൽ അവൾ ആമേൻ ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവത്തോട് സമർപ്പിക്കാൻ തുടങ്ങി, ദൈവത്തോട് തീരുമാനമെടുക്കാൻ തുടങ്ങി. ഇനി എനിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വിശുദ്ധ ദിവസത്തിൽ അടുത്തു വായിക്കുന്നു സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 63-ാം സങ്കീർത്തനം അതിൻ്റെതായ 6-ാം വാക്യം തന്നെ എൻ്റെ വായ് സന്തോഷമുള്ള അതിരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. കരഞ്ഞുകൊണ്ടല്ല, ഞരങ്ങിക്കൊണ്ടല്ല, ആമേൻ സംശയിച്ചുകൊണ്ടല്ല, ഇത് വേണ്ട എന്ന് കുറച്ച് കഴിയട്ടെ എന്നിട്ട് പ്രാർത്ഥിക്കാം, അങ്ങനെയല്ല. ദൃഢവിശ്വാസത്തോടെ ആമേൻ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്കൊരു ആമേൻ സ്തോത്രം നന്മ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ, അല്ലെങ്കിൽ ആമേൻ സ്തോത്രം നാം ആമേൻ സ്തോത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തി അകലെയായിരുന്നു, ആമേൻ നമ്മുടെ അടുക്കലേക്ക് വന്നു, ആമേൻ നമുക്ക് എന്ത് സന്തോഷം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ മറ്റെല്ലാം മറക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം നാം സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം തോളത്ത് കയ്യൊക്കെ ഇട്ട് ആമേൻ സ്തോത്രം എന്തൊരു സന്തോഷമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിലുപരിയായി ദൈവത്തിന് സ്തോത്രം ചെയ്യണം.
പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ആമേൻ സ്തോത്രം. ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ അതുപോലെ ദൈവത്തെ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ലോക സ്നേഹം, ദൈവത്തോട് ശത്രുത്വം. പ്രൈസ് ദി ലോർഡ്. ലോകത്തെ സ്നേഹിക്കുന്ന നിനക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ലോക സ്നേഹം നിന്നിൽ നിന്ന് മാറുമ്പോൾ ആമേൻ ദൈവ സ്നേഹം നിന്റെ അടുക്കലേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ലോക സ്നേഹവും ദൈവ സ്നേഹവും തമ്മിൽ ശത്രുത്വമാണ്, അത് പകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ പക ഉള്ളപ്പോൾ രണ്ടും കൂടെ പോവാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നുകിൽ നീ ശീതമാനായിരിക്കണം, അല്ലെങ്കിൽ നീ ഉഷ്ണമാനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ശീതോഷ്ണവാനാകയാൽ ആമേൻ സ്തോത്രം ദൈവത്തിന്റെ വായിൽ നിന്ന് നിന്നെ ഉമണ്ണുകളയും, തുപ്പിക്കളയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ ചിന്തിക്കുകയാണ്, ഇതൊക്കെ പറയാൻ കാര്യം എന്താണ്? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. ദൈവജനമേ, ഇന്ന് പകലിൽ ആമേൻ സ്തോത്രം ലോക സ്നേഹവും ദൈവ സ്നേഹവും തമ്മിൽ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വ്യക്തിപരമായി ഞാനേം പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നീ ദൈവ സ്നേഹത്തിൽ, ദൈവ കൃപയിൽ, ദൈവ ഭക്തിയിൽ, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ആമേൻ സ്തോത്രം ദൈവത്തിന്റെ പത്യോപദേശ പ്രകാരം നിന്ന് ദൈവത്തെ സ്നേഹിക്കുമെങ്കിൽ, ദൈവത്തെ സേവിക്കുമെങ്കിൽ, ദൈവത്തെ ആരാധിക്കുമെങ്കിൽ അതിൻ്റെതായ മഹത്വം വലിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് നമുക്ക് വലിയ മഹത്വം. പ്രൈസ് ദി ലോർഡ്. അത് കവിഞ്ഞ് മറ്റൊന്നുമില്ല. ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. നാം ആരെ സ്നേഹിച്ചാലും മറ്റാര് നമ്മെ സ്നേഹിച്ചാലും ആമേൻ സ്തോത്രം ഒരു പരിധിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പരിധി കഴിയുമ്പോൾ ആമേൻ സ്തോത്രം കുഴിക്കര വരെ വരാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ വ്യക്തിയെ ആ ബോഡി അങ്ങോട്ട് കുഴിയിലോട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വരാൻ പറ്റത്തില്ല, എനിക്ക് പേടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതുവരെ തന്നെ മനുഷ്യന്റെ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. നമ്മോട് കൂടെ ഇരുന്ന ആമേൻ മാറോട് അണയ്ക്കുന്ന ഒരു അരുമനാഥൻ നമുക്ക് വേണ്ടിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിത്യത വരെയും നമ്മെ കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ. അപ്പൊ ആ നിത്യത വരെയും കൊണ്ടെത്തിക്കാമെന്ന് വാഗ്ദത്തം ചെയ്താണ് നമ്മെ വിളിച്ചിറക്കിയത്. പ്രൈസ് ദി ലോർഡ്. ആ വിളിച്ചിറക്കിയ പിതാവിന്റെ അടുക്കൽ ആമേൻ സന്തോഷത്തോടെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആമേൻ സ്തോത്രം ദൈവനാമ മഹത്വം എടുക്കാനിടയെത്തി. പ്രൈസ് ദി ലോർഡ്. അടുത്ത് വായിക്കുന്നു, ഇടവിടാതെ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ആമേൻ. 71 സങ്കീർത്തനം 6 വാക്യം. ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു, എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ, എന്റെ സ്തുതി എപ്പോഴും നിന്നെ കുറിച്ചാകുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. ദാവീദ് പറയുന്നു, ആമേൻ, എന്റെ സ്തുതി എപ്പോഴും ദൈവത്തെ കുറിച്ചാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എപ്പോഴും ഇടവിടാതെ ആമേൻ മറ്റൊരു വ്യക്തിയെ കുറിച്ച് പറയാൻ ദാവീദിന് ഇല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുപോലെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഉയർച്ചയിലും താഴ്ചയിലും ആമേൻ സ്തോത്രം രോഗത്തിലും ആമേൻ സ്തോത്രം കഷ്ടതയിലും ആമേൻ സ്തോത്രം സൗഭാഗ്യത്തിലും ആമേൻ സമ്പൂർണതയിലും എല്ലാം നടത്തുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തിന് ഇടവിടാതെ നാം സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇടവിടാതെ എപ്പോഴും സ്തോത്രം ചെയ്യണം. ആമേൻ. ഹല്ലേലൂയ. സ്തുതിക്കുന്നത് നേരുള്ളവന് ഉചിതം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സ്തുതിക്കുന്ന ഒരുവൻ ആമേൻ ഉണ്ട് എങ്കിൽ അത് നമുക്ക് ഉചിതമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ നീ നേരോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, നിന്നെ ദൈവം മാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞു ഇടവിടാതെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അടുത്ത് പറയും നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. 147 സങ്കീർത്തനം അതിൻ്റെതായ 7 വാക്യം.
യഹോവയ്ക്ക് പാടുവിൻ, കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പൊ സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രത്തോടെ നാം പാടണം. ഹല്ലേലൂയ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. ആമേൻ. അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ, ദൈവത്തെ സ്തുതിച്ചാൽ ആ ഭാഗ്യ പദവി നമുക്ക് കിട്ടുവാനിടയായി ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് കീർത്തനം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ നാം ആയിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ആമേൻ. ആമേൻ. വായൊക്കെ കെട്ടിപ്പൂട്ടി അവൻ കൊടിച്ചിറുക്കി അവൻ വെച്ചോണ്ടിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. വചനം പറയുമ്പോൾ സ്തോത്രം പറയണം. കാര്യങ്ങൾ ഉയർത്തി അവൻ സ്തോത്രം പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആരും മൗനമായിരിക്കരുത്. ചിലരൊക്കെ പറയും മതി. പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ പറയും മതി. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ദിവസത്തിൽ അങ്ങനെ മതി എന്നല്ല, വചനം പറയുമ്പോൾ ആമേൻ സ്തോത്രം, സ്തോത്രം, നമ്മുടെ നാവിൽ സ്തോത്രം ഉയർന്നുകൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങനെ നാം ആമേൻ സ്തോത്രം 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 പറയുമ്പോൾ ആ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നീ പോകേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ആമേൻ. അങ്ങനെ നിനക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരണമെങ്കിൽ, നീ പോകേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരണമെങ്കിൽ, നീ ദൈവസന്നിധി കർത്താവേ എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ. സ്തോത്രം. ആമേൻ. ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് സ്തോത്രം. എന്നോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. വിശ്വാസത്തിന്റെ വാക്കുകൊണ്ട് സ്തോത്രം ഉയർത്തിക്കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു സ്തോത്രത്തിന്റെ വില കൊമ്പും കുളമ്പുമുള്ള ഒരു മൂലിയേക്കാൾ ആമേൻ വലുതാണ്, വിലയുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ വായിൽ നിന്ന് സ്തോത്രം ഉളവാക്കിക്കൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അവൻ ഒരു വാക്യം കൂടെ അവൻ ഏതുവരെ സ്തുതിക്കണം? ജീവിത അവസാനം വരെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. 104-ാം സങ്കീർത്തനം 33-ാം വാക്യം. 104-ാം സങ്കീർത്തനം 33-ാം വാക്യം. എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും, ഞാൻ ഉള്ളിടത്തോളം എന്റെ ദൈവത്തിന് കീർത്തനം പാടും. അപ്പൊ ദൈവം ഏതുവരെ ആയുസ് തരുന്നോ അതുവരെ പാടും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എനിക്ക് പറ്റത്തില്ല, ആമേൻ, ഇപ്പൊ പറ്റൂല, എനിക്ക് സൗണ്ട് ഇല്ല. ഹല്ലേലൂയ. ആമേൻ. പാടേണ്ട ആമേൻ സ്വത രാഗമൊന്നുമില്ല. ആമേൻ. അതൊക്കെ നമ്മുടെ മെയിനിൽ നിന്ന് വരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യ ബുദ്ധിക്ക് അതികടന്നുള്ളതാണ് ദൈവം നമുക്ക് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കാരണം നമുക്ക് കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ കഴിയത്തില്ല. കാരണം നാവിലാണ് ദൈവം അധികാരം തന്നിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം എനിക്ക് ആയുസ് തരുന്നത് വരെ ഞാൻ ദൈവത്തിന് പാടും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എൻ്റെ മനം കൊണ്ട് ഞാൻ അവന് കീർത്തനം പാടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ പറയണം, കർത്താവേ ജീവിത അവസാനം വരെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും, ഞാൻ ദൈവത്തിന് കീർത്തനം പാടും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ പാടിയാലേ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറ്റം തുടങ്ങിയാൽ പിന്നെ കണക്കെടുത്തി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പാടേണ്ട കൃപ ദൈവം കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ കൃപ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കുഴിയെടുത്ത് ആമേൻ അങ്ങോട്ട് പുതച്ച് നീ അവിടെ ഇരുന്നു പൊങ്ങി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ചവിട്ടി മേടിച്ച് വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വിശുദ്ധ ദിവസത്തിൽ എവിടെയാണോ കുഴിച്ചിട്ടത് അതിനെ പെട്ടെന്ന് എടുക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ദൈവം നമുക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ, ആമേൻ, എനിക്കൊന്നും തന്നിട്ടില്ല എന്നെ ദൈവത്തിന് വേണ്ട എന്ന് പറഞ്ഞ് നാവ് കൊണ്ട് പുറത്തിരുന്നാൽ പ്രൈസ് ദി ലോർഡ് ദൈവം നിങ്ങളുടെ കണക്ക് ചോദിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. തന്നതിന് നീ തിരിച്ചെടുക്കും. ദൈവത്തോട് ഏറ്റുപറഞ്ഞ്, കർത്താവേ
എന്നിൽ നിന്ന് ചില താലന്ത് നഷ്ടപ്പെട്ടു പോയി, അതിന് എനിക്കൊന്ന് മടക്കി തരണമേ കർത്താവേ. അത് തുരുമ്പെടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വിശുദ്ധ ദിവസത്തിൽ അത് മൂർച്ചയുള്ള ആയുധമായി എനിക്ക് മടക്കി തരണമേ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കൃപ, എന്നെ ദൈവം ഏൽപ്പിച്ച താലന്ത് അതെനിക്ക് തിരികെ എടുക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നും നമ്മൾ ആമേൻ സ്തോത്രം ആമേൻ നോക്കിക്കുത്തി ഇരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് പ്രകാശിക്കാം. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് വിശുദ്ധ ദിവസത്തിൽ ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒന്നുണ്ട്. ആമേൻ. അത് നീ ഏറ്റെടുക്കുന്ന സമയം, അതിനുവേണ്ടി സമർപ്പിക്കപ്പെടുന്ന സമയം, അതിനുവേണ്ടി മടങ്ങി വരുന്ന സമയം. ആമേൻ. വൻ കൊയ്ത്തിന്റെ അനുഭവം. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. രക്തത്താൽ ജയമെടുക്കുന്നു. ഇന്ന് പകലിൽ ആമൻ നീ നഷ്ടപ്പെടുത്തി വച്ചിരിക്കുന്നത്, നീ നഷ്ടപ്പെടുത്തി വച്ചിരിക്കുന്നത്, നീ മനസ്സറിഞ്ഞു എനിക്ക് വേണ്ട കഠിന ഹൃദയത്തോടെ താഴ്ത്തിയതിനെ ഇന്ന് പകൽ ദൈവത്തോട് ക്ഷമ ചോദിച്ചു മടക്കിയെടുക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനെ മടക്കിയെടുത്ത് ദൈവത്തിന്റെ പാദപീഠത്തിൽ ഓരോ തുള്ളി കണ്ണുനീരും ഒഴുക്കിക്കൊണ്ട് കർത്താവേ എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമെന്ന് ദൈവത്തോട് പറഞ്ഞാൽ ദൈവം നിന്നെ പുറത്തെടുക്കും. ദൈവം നിന്നെ പുറത്തെടുക്കും. 4 ചുവരിനകത്ത് നീ ഒതുങ്ങിയിരിക്കേണ്ട വ്യക്തിയല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എനിക്കും ഇങ്ങനെ സംഭവിച്ചതിന്റെ കാരണം എന്തെന്ന് ആമേൻ മറങ്ങിയിരുന്ന് നീ കരയുവാനല്ല. ആമേൻ സ്തോത്രം. ഇന്ന് പകൽ എൻ്റെ കുറവ് തന്നെയാണ്, എൻ്റെ ബലഹീനത തന്നെയാണ്, എൻ്റെ അകത്യം തന്നെയാണ്, എൻ്റെ പ്രാർത്ഥന കുറവ് തന്നെയാണ്. കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ, ദൈവത്തിന്റെ അടുക്കലേക്ക് നീ മടങ്ങി വരുമെങ്കിൽ നിന്നെ കരം പിടിച്ച് ഉയർത്തുന്ന ദൈവമാണ്. വിശുദ്ധ ദിവസത്തിൽ എല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അല്പസമയം